ഗായ്സ് ഇന്നലെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തു ഇന്നൊന്ന് പുറത്ത് പോകണമെന്ന്. ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചു കേട്ടോ. കുറേ കാലമായി അനിയത്തിൻ്റെ കൂടെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കേട്ടോ. അവൾക്ക് ഒന്നാമത് സമയമില്ല, എനിക്കും പിന്നെ മോനും മക്കളൊക്കെ ആയിട്ടുള്ള തിരക്കൊക്കെ ആയിട്ട് രണ്ടുപേരും കൂടിയുള്ള ഒരു കിട്ടിയൊരു ദിവസമാണ് കേട്ടോ. രണ്ടുപേർക്കും കൂടി മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു. അങ്ങനെ പിന്നെ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ കല്യാണം ഉണ്ട് എന്നൊക്കെ. കല്യാണത്തിന് ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് ഞങ്ങൾ രണ്ടുപേർക്കും ഡ്രസ്സ് എടുക്കാനും പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കഫേയിൽ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഒക്കാശി എന്ന് പറഞ്ഞൊരു കഫേ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. സിറ്റി കഴിഞ്ഞ പാട് സ്റ്റാൻഡിൽ എത്തുന്നതിൻ്റെ മുന്നേ കേട്ടോ, ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിൻ്റെ മുന്നാണ് ഒക്കാശി എന്ന് പറഞ്ഞ കഫേ ഉള്ളത്. അപ്പോൾ അനിയത്തികൾ രണ്ടാളും പോയിട്ടുണ്ട്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഉമ്മ പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു കലീസിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോരുന്നു. അപ്പോൾ ഞാനാ പറഞ്ഞത് ഉമ്മാനോട് അവിടുത്തെ ഐറ്റംസ് കഴിച്ചിട്ടില്ല എന്നൊക്കെ. അങ്ങനെ പൂതിയായിട്ട് പോയതാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഈ ബ്രോസ്റ്റ് ചിക്കിങ് KFC ഒക്കെ കഴിച്ചാൽ എന്തോ അറിയില്ല, കുറേ കഴിക്കുമ്പോൾ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കേട്ടോ. മോൾക്ക് ഇതാ മാക്സിൽ നിന്ന് കിട്ടിയിട്ടോ ഡ്രസ്സ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാനത് പറയാൻ മറന്നു. മോൾക്ക് അവിടുന്ന് ഒരു ഉടുപ്പ് കിട്ടി, നല്ല ഭംഗിയുള്ള ഉടുപ്പുകളുണ്ടായിരുന്നു കേട്ടോ. മോനിക്ക് ക്രാഡിലർ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്രൈ ആ ഷോപ്പിലോട്ട് കിട്ടിയത്. പണ്ട് ഫസ്റ്റ് ക്രൈ ആയിരുന്നു, ഇപ്പോൾ ക്രാഡിലറാണ്. അവിടുന്ന് എനിക്കൊരു ട്രൗസറും ടീഷർട്ടും കിട്ടി കേട്ടോ. അങ്ങനെ രണ്ടാൾക്കും അത് കിട്ടി പെട്ടെന്ന്. പിന്നെ അനിയത്തിക്ക് കണ്ണടൻ്റെ ഒരു ഗ്ലാസ് ഇടാനുണ്ടായിരുന്നു, അപ്പോൾ അതും കഴിഞ്ഞു കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ പിന്നെ അവിടുന്ന് നടന്നു കേട്ടോ ഒക്കാശിക്ക്. അങ്ങനെ അത് ഒക്കാശി എത്തി. ഞങ്ങളിത് ഓർഡർ ചെയ്തിട്ടോ. ഇങ്ങനെ പൈനാപ്പിൾ ജ്യൂസാണ്, പിന്നെ ഈ ഒരു 6 പീസ് ചിക്കനും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. അന്ന് ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അനിയത്തിയാണ് അവിടുന്ന് പറഞ്ഞത് ഇന്ന് ആനിവേഴ്സറി അല്ലേ നമുക്കൊരു കേക്കൊക്കെ വാങ്ങാമെന്ന്. അപ്പോൾ അവൾ കേക്ക് വാങ്ങി. പിന്നെ കേക്ക് വാങ്ങി എന്തായാലും ബസ്സിന് പോകാൻ പറ്റില്ല, അപ്പോൾ ഞങ്ങൾ ഓട്ടോക്ക് തന്നെയാണ് കേട്ടോ പോയതൊക്കെ. പിന്നെ അന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു കുഞ്ഞൊരു ഔട്ടിങ്ങിന് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നതിന്. അവൾക്കും ലീവില്ല, എനിക്കും സമയമില്ല. അങ്ങനെ രണ്ടാളും കൂടി ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു കേട്ടോ. മോനും ഉറങ്ങിയൊരു ടൈമും കൂടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു റിലാക്സേഷൻ ആണല്ലോ. കുറേ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ചടപ്പായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ കാലത്തിന് പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു. അങ്ങനെ അതാ വീട്ടിലൊക്കെ എത്തിയപ്പോൾ ഉമ്മാക്ക് സർപ്രൈസായിട്ട് കൊടുത്തിട്ടാ ഇങ്ങനെ കേക്ക് വാങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ. ആ സമയത്ത് ഉപ്പ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്ത് പോയൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. ഇങ്ങനെ ദൂരയാത്രക്കൊക്കെ പോയതായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിയും ചെറിയ ആളും കൂടിയാണ് കേട്ടോ കട്ട് ചെയ്തത്. കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു കേക്ക് വാഞ്ചിയോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വാഞ്ചിയോ കേക്ക് ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടുണ്ടോ ട്രൈ ചെയ്യണേ. കുറേ നട്ട്സൊക്കെ ഇട്ടിട്ട് നൈസായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇതായിരുന്നു കേട്ടോ കേക്ക്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.